നമ്മുടെ കേരളത്തിലെ മീഡിയകൾ ഒളിച്ചു വെക്കുന്ന ചില വസ്തുതകളും സത്യങ്ങളുമൊക്കെ ഞാൻ വന്നിരുന്ന വാർത്തകളായിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിനെതിരെ രോഷം കൊള്ളുന്ന ചിലർക്ക് വേണ്ടിയിട്ട് എൻ്റെ കമന്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ടാകും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കേൾക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് പേടി തോന്നും. കാരണം ഈ സംഭവം നടക്കുന്നത് എവിടെയുള്ള ഒരു കാട്ടിലോ അല്ലെങ്കിൽ അതിർത്തിയിലോ ഒന്നുമല്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലാണ്. മുംബൈയിലെ മീരാ റോഡിനടുത്തുള്ള നയാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന്റെ താഴെ ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു 2 സെക്യൂരിറ്റിക്കാർ. അവിടേക്ക് ഒരാൾ പെട്ടെന്ന് നടന്നു വരികയാണ്. അയാൾ വന്നിട്ട് ഇവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നോ, നിങ്ങളുടെ മതം ഏതാണ്? അതുമാത്രമല്ല, കലിമ ചൊല്ലാനും അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് വന്ന് ഒരാൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആർക്കായാലും ഒന്നും മനസ്സിലാകില്ലല്ലോ. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വേറൊരു കാരണവുമില്ലാതെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് സെക്യൂരിറ്റിക്കാരെ കുത്തി വീഴ്ത്തുകയായിരുന്നു. ആരാണ് കുത്തിയത്? എന്തിനാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയത്? ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ കേസ് അന്വേഷിച്ചു പോയ പോലീസിന് കിട്ടിയത് ഭയങ്കര ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ISIS അമേരിക്കയിൽ നിന്ന് വന്ന ഒരു സയൻസ് ഡിഗ്രിക്കാരൻ, പിന്നെ ലോൺ വൂൾഫ് എന്ന ഭീകരതന്ത്രവും. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് നോക്കാം. സംഭവം നടക്കുന്നത് പുലർച്ചെയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയം. രാജ്കുമാർ മിശ്ര, സുബ്രോട്ട സെൻ എന്നീ 2 പേരാണ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ജബ്ബാർ സുബൈർ അൻസാരി എന്ന് പറയുന്ന ഈ കക്ഷി വരുന്നത്. കണ്ടാൽ ഒരു സംശയം തോന്നാത്ത ഒരു സാധാരണ ആൾ. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇയാൾ കത്തിയെടുത്ത് കുത്തുന്നത്. ഇതിൽ രാജ്കുമാർ മിശ്ര എന്ന് പറയുന്ന ആൾക്ക് കുത്തേറ്റുവെങ്കിലും പുള്ളി എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിലെത്തി. പക്ഷേ സുബ്രോട്ടോ സെന്നിന്റെ അവസ്ഥ അതായിരുന്നില്ല. അദ്ദേഹത്തിന് നല്ല രീതിയിൽ പരിക്കേറ്റു. ചോര വാർന്ന് അവിടെ കിടന്ന അദ്ദേഹത്തെ പിന്നീട് നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അൻസാരിക്ക് ഇവരുമായിട്ട് യാതൊരു മുൻപരിചയവുമില്ല, യാതൊരു ശത്രുതയുമില്ല. പിന്നെ എന്തിനാണ് അയാൾ ഇങ്ങനെ കുത്തിയത്? സംഭവം നടന്ന ഉടനെ തന്നെ പോലീസ് അവിടെ എത്തി CCTV ഒക്കെ ചെക്ക് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ, അതായത് വെറും 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് അൻസാരിയെ പോക്കി. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് തന്നെ കാര്യം മനസ്സിലായത്. ഇതൊരു സാധാരണ വധശ്രമമൊന്നുമല്ല. ആരാണ് ഈ ജബ്ബാർ സുബൈർ അൻസാരി? സാധാരണ ഗുണ്ടയൊന്നുമല്ല പുള്ളി. നല്ല അടിപൊളിയായിട്ട് പഠിച്ച, അമേരിക്കയിൽ നിന്ന് ഡിഗ്രിയൊക്കെ എടുത്ത ഒരു സയൻസ് ഗ്രാജുവേറ്റ്. 2019 പുള്ളി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. മീരാ റോഡിലെ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇയാളുടെ പണിയെന്ന് പറയുമ്പോൾ ഓൺലൈനിലെ പിള്ളേർക്ക് കെമിസ്ട്രി ട്യൂഷൻ എടുക്കുക എന്നതായിരുന്നു. അതെ, ഒരു ഓൺലൈൻ കെമിസ്ട്രി മാഷ് തന്നെ. ഇന്റർനെറ്റും ടെക്നോളജിയും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ. ഇനി അയൽക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിലോ, അവർക്കൊന്നും ഇയാളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ആരുമായിട്ടും വലിയ കൂട്ടൊന്നും ഇല്ലാത്ത പ്രകൃതമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണ അധ്യാപകൻ. അതായിരുന്നു നാട്ടുകാരുടെ വിചാരം. ഈ അടച്ചിട്ട മുറിയിൽ പുള്ളി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ആരും അറിഞ്ഞില്ല. പോലീസ് ഇയാളുടെ റൂമിൽ കയറി നോക്കിയപ്പോൾ കിട്ടിയത് ചില ഡയറി കുറിപ്പുകളാണ്. അതിൽ പുള്ളി വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, തനിക്ക് ISIS എന്ന ഭീകര സംഘടനയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന്. അതെ, സാക്ഷാൽ ISIS ഈ സെക്യൂരിറ്റിക്കാരെയൊക്കെ കുത്തിയത് പുള്ളിയുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അതായത് ആ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ISISന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്ത ഒരു ക്രൂരത. ഈ കേസിന്റെ സ്വഭാവം മാറി. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ ATS ആണ്. അവർ ഇയാളുടെ ലാപ്ടോപ്പും ഫോണും ഒക്കെ പിടിച്ചെടുത്ത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അമേരിക്കയിൽ പഠിച്ച ഇത്രയും വിവരമുള്ള ഒരു കെമിസ്ട്രി അധ്യാപകൻ എങ്ങനെ ഇങ്ങനെയായി? ഉത്തരം ഒന്നേ ഉള്ളൂ, ഇവരുടെയൊക്കെ മതം. ഇയാൾക്ക് നേരിട്ട് ഏതെങ്കിലും ഒരു തീവ്രവാദിയുമായിട്ട് ബന്ധവും ഉണ്ടായിട്ടില്ല. ഓൺലൈൻ വഴിയുള്ള തീവ്രവാദ വീഡിയോകളും ലേഖനങ്ങളും സ്ഥിരമായി വായിച്ചും കണ്ടുമാണ് ഇയാൾ ഇങ്ങനെയായി മാറിയത്. അയാളുടെ മതത്തിന്റെ കാവൽക്കാരനാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ സാധിക്കൂ എന്ന തെറ്റായ ഒരു വിദ്യാധാരണയാണ് അയാളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അതുമാത്രമല്ല, പോലീസിനെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന സംഭവം വരുന്നത് ലോൺ വൂൾഫ് അറ്റാക്കാണ്. എന്താണ് ഈ ലോൺ വൂൾഫ് അറ്റാക്ക്? പുറത്തുനിന്ന് ആരുടെ സഹായമില്ലാതെ, അതായത് വലിയ ഫണ്ടിങ്ങോ ആയുധങ്ങളോ ഒന്നുമില്ലാതെ ഒരാൾ തനിച്ച് ഇന്റർനെറ്റിലൂടെ കാര്യങ്ങൾ പഠിച്ച് സ്വന്തമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തുന്ന ആക്രമണങ്ങളെയാണ് ഇങ്ങനെ പറയുന്നത്. അൻസാരിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ്. സ്വന്തമായി കത്തി സംഘടിപ്പിക്കുന്നു, ഒരാളെ ടാർഗറ്റ് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തലവേദനയാണ്. കാരണം ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അത് ഇന്റലിജൻസിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ സ്വന്തം റൂമിലിരുന്ന് ഒരാൾ ഫോണിലൂടെ തീവ്രവാദിയായി മാറുന്നത് കണ്ടെത്താൻ വലിയ പാടാണ്. അൻസാരിയുടെ കാര്യത്തിൽ അയൽക്കാർക്ക് പോലും സംശയം തോന്നിയിരുന്നില്ലല്ലോ. അതാണ് ഇതിലെ ഏറ്റവും വലിയ അപകടം. അപ്പോൾ ഇതൊക്കെയാണ് മീരാ റോഡിൽ നടന്നത്. അൻസാരി ഇപ്പോൾ ATSന്റെ കസ്റ്റഡിയിലാണ്. ഇയാൾക്ക് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ, അതോ ഇതിന്റെ പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ സംഭവം നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പുണ്ട്. തീവ്രവാദം എന്നത് ബോംബും തോക്കും മാത്രമല്ല, അത് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെയും ലാപ്ടോപ്പുകളിലൂടെയൊക്കെ ഒരു വൈറസ് പോലെ പടരുന്നുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവർ പോലും ഇതിൽ വീണു പോകുന്നു എന്നത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കീഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.